ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് യൂസിൽ തന്നെ റിസൾട്ട് കിട്ടിയ ഒരു അടിപൊളി ഹെയർ ഡേ ആണ് കേട്ടോ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. മസ്റ്റായിട്ട് നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡേ ആണ് കേട്ടോ. എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്നിട്ട് 3 മാസമായിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ മുടിയൊക്കെ ഫുള്ള് നരച്ചിട്ടായിരുന്നു. അങ്ങനെ അവൻ യൂസ് ചെയ്തിട്ട് അവന് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ഹെയർ ഡേ ആണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റും. അലർജിയുടെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ. അതുപോലെ തന്നെ നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. എങ്കിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഹെയർ ഡേ തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡേ ആണ്. നിങ്ങൾ മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഡൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ഗ്ലാസ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ചെമ്പരത്തി പൂവ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 പനിക്കൂർക്കയുടെ ഇല എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂൺ അളവിൽ തേയില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് എല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. നമ്മൾ പനിക്കൂർക്കയൊക്കെ ചേർത്തിരിക്കുന്നുണ്ട് തന്നെ തലനീരിറക്കം പോലുള്ള പ്രശ്നമൊക്കെ ഒന്ന് ഒഴിവാക്കി കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ ചെമ്പരത്തി സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ചെമ്പരത്തി പൂവ് സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു സവാളയുടെ തൊലിയാണ് കേട്ടോ. അപ്പോൾ അതുകൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് നേരത്തെ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് തിളച്ച് ഒന്ന് വറ്റി വരട്ടെ കേട്ടോ. അപ്പോൾ ഇതിവിടെ നല്ലപോലെ തിളച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ചെമ്പരത്തിയുടെ ആ ഒരു കളറൊക്കെ കണ്ടോ ഒക്കെ മാറി. അപ്പോൾ നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം കേട്ടോ. ഇതൊന്ന് തണുത്ത് വരട്ടെ. ഇനി നമുക്ക് മിക്സിയുടെ ഒരു ജാർ എടുക്കാം. ഇതിലേക്ക് ഞാനിവിടെ ഈ ഒരു ബൗളിന് ഒരു ബൗൾ കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ഞാനിവിടെ അതേപോലെ ഒരു ബൗൾ അളവിൽ മൈലാഞ്ചിയുടെ ഇല എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മൈലാഞ്ചിയുടെ ഇല ഞാൻ ഇന്നലെ എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ചൊന്ന് വാടി പോയിട്ടുണ്ട്. അത് കുഴപ്പമില്ല. നിങ്ങൾ എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ എടുക്കാനായിട്ട് നോക്കുക. ഇനി ഞാനിവിടെ ഒരു സവാളയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്തെടുത്ത സവാള കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ നീലമരിയുടെ ഇലയാണ് കേട്ടോ. ഇൻഡിഗോയുടെ ഇലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അതല്ല പൊടി ചേർക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ചേർത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കളർ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുകൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കളർ കുറച്ചുകൂടി ഒന്ന് ലാസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്പരത്തി പൂവൊക്കെ ഉള്ളത് നമുക്കൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഒന്ന് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പഴയ ഒരു അരിപ്പ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മിക്സിയുടെ ജാർ തന്നെ എടുക്കാം. ഇപ്പോൾ നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഇതില്ലേ, ഇത് നമ്മൾ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ ആ ഒരു ചെമ്പരത്തി പൂവും പനിക്കൂർക്കയും തേയിലയും ഒക്കെയാണ്. അപ്പോൾ അത് നമ്മൾ ഇതിലിട്ട് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അരിച്ച് വെച്ചേക്കുന്നതിന് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊന്ന് അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അത്രയും ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി നല്ലപോലെ ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടിയിലേക്കാണ് ഇത് അരിച്ചൊഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇരുമ്പ് ചട്ടി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ പാത്രം ഏതെങ്കിലും എടുത്താലും മതി കേട്ടോ.
അപ്പോൾ ഇനി നല്ലപോലെ നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇതിവിടെ നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ തിളപ്പിച്ച് മാറ്റി വെച്ചതിൽ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതുകൂടി നമുക്കിതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വരണം കേട്ടോ, അപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ച് വരട്ടെ. അപ്പോൾ ഇതിവിടെ നല്ലപോലെ കുറുകി ഒന്ന് വരുന്നുണ്ട് കേട്ടോ, അപ്പോൾ ഇതുപോലെ കുറച്ചുകൂടെ ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം. അപ്പോൾ ഇതിവിടെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ, അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിതൊരു 8 മണിക്കൂറോളം ഇത് നമുക്കിതൊന്ന് മാറ്റി വെച്ചേക്കാം കേട്ടോ. ഇതിൻ്റെ ആ ഒരു ചൂടെല്ലാം പോയതിന് ശേഷം മാത്രം ഇതൊന്ന് അടച്ച് വെച്ചേക്കാം. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അതാണ് കേട്ടോ കുറച്ചുകൂടി നല്ലത്. നല്ല ബ്ലാക്ക് കളറിലായിട്ടുണ്ട്. നമ്മളിതിൽ പൊടികളൊന്നും ആഡ് ചെയ്തിട്ടില്ല, എല്ലാം നമ്മൾ ഫ്രഷായിട്ട് മാത്രമാണ് അരച്ച് ചേർത്തേക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ റിസൾട്ട് നേരിട്ട് റിസൾട്ടാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ മുടി കൊഴിച്ചിലും മുടി വളരുന്നില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം സവാളയും കറിവേപ്പിലയൊക്കെ നമുക്കറിയാമല്ലോ നന്നായിട്ട് മുടി കൊഴിച്ചിൽ മാറാനും മുടി നന്നായിട്ട് വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അതുപോലെ തന്നെ നമ്മളിതിൽ ചേർത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ മുടിക്ക് അത്രയും നല്ല വളർച്ചയൊക്കെ കൂട്ടാനും നല്ല കറുപ്പ് നൽകാനും ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങളിതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വെക്കാം കേട്ടോ. അതിന് ശേഷം ഇതൊരു 8 മണിക്കൂർ നേരം കഴിഞ്ഞിട്ട് നമുക്കിതെടുക്കാം. അപ്പോഴിതെങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഡൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് നല്ല തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് ഒരു ബൗളിലേക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നിട്ടുണ്ടായിരുന്നല്ലോ ആ ചെമ്പരത്തി പൂവും നമ്മുടെ തേയിലയും പനിക്കൂർക്ക ആയിട്ടുള്ള ഒരു മിക്സ്, അത് ഒഴിച്ചു കൊടുത്ത് ബാലൻസ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ഹെയർ ഡൈ ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് തന്നെ കിട്ടിയ ഒരു ഹെയർ ഡൈ ആണ്. അവൻ എന്തായാലും ഫസ്റ്റ് യൂസിൽ തന്നെ ആ ഒരു റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് കേട്ടോ. ഗൾഫിൽ നിന്ന് വന്ന ടൈമിൽ മുടി നെറ്റിയുടെ ഭാഗത്തും നെറുകയിലും അതുപോലെ താടിയിലും ഒക്കെ മുടി നരച്ചിട്ടായിരുന്നു. ഇപ്പോൾ നല്ല മാറ്റമുണ്ട്. അതുപോലെ തന്നെ അവ ഇതിൻ്റെ കൂടെ ഒരു ഹെയർ ഓയിലും കൂടി ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അതും കൂടി ആയപ്പോൾ തന്നെ പുതിയ മുടികളൊക്കെ വളർന്നു വരുന്നത് നല്ല ബ്ലാക്ക് കളറിലാണ് ഇപ്പോൾ വളർന്നു വരുന്നത്. 36 വയസ്സിലായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ മുടികളൊക്കെ വളർന്നു വരുന്നത് നരച്ച മുടിയായിട്ടല്ല കേട്ടോ വരുന്നത്, നല്ല ബ്ലാക്ക് കളറിലാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഹെയർ ഓയിലിൻ്റെ വീഡിയോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. എങ്കിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നീലയമരിയുടെ ഇല ചിലപ്പോൾ ചിലർക്കൊന്നും കിട്ടാൻ സാധ്യതയില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീലയമരിയുടെ പൊടി അലർജി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുകൂടി എന്തായാലും ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും കേട്ടോ. നല്ല റിസൾട്ട് തന്നെ കിട്ടും. അതുപോലെ തന്നെ എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. കാരണം നമ്മളിതിൽ കെമിക്കലായിട്ട് ഒന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മുടെ മുടി നന്നായിട്ട് കറുക്കാനും മുടി നല്ലപോലെ വളരാനും ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഈ പ്രവാസികളായിട്ട് നിൽക്കുന്നവർക്കാണ് കൂടുതലും ഈ നരയൊക്കെ, നമ്മുടെ നാട്ടിൽ ഉള്ളവരെക്കാളും കൂടുതൽ നര പ്രവാസി അവർ ഗൾഫിൽ നിന്നൊക്കെ തിരിച്ച് വരുന്ന ആ ഒരു ടൈമിലൊക്കെ നമുക്ക് കാണുമ്പോൾ അറിയാം മുടിയൊക്കെ ഒന്നുകിൽ മൊത്തം പൊഴിഞ്ഞു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഉള്ള മുടിയൊക്കെ മൊത്തം നരച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടുത്തെ ആ ഒരു ക്ലൈമറ്റിൻ്റെയും വെള്ളത്തിൻ്റെയും ഓവറായിട്ടുള്ള ജോലിയുടെ സ്ട്രെസ്സും കാര്യങ്ങളും പിന്നെ ഡെയിലിയൊക്കെ ഷാമ്പു ചെയ്യുന്നവരുണ്ടാവും, കെമിക്കൽ ഷാമ്പു ഒക്കെ ഡെയിലി യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ മുടി മൊത്തം ഒന്നുകിൽ പൊഴിഞ്ഞു പോയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഉള്ളതൊക്കെ നരച്ച് പോയിട്ടുണ്ടാവും. നാട്ടിൽ വന്നു കഴിഞ്ഞ് ഒരു ഫംഗ്ഷനോ മറ്റൊക്കെ പോകുന്ന സമയത്താണ് പലരും ഇതുപോലെ ചോദിക്കുന്നത്. ഇപ്പോൾ ഇവനോട് തന്നെ ഒരുപാട് പേര് ചോദിച്ചു എന്ത് പറ്റി മുടിയൊക്കെ ഈ പ്രായത്തിൽ മൊത്തം നരച്ച് പോയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ആ ഒരു വിഷമം കൊണ്ട് അവൻ ഈ ഒരു ഹെയർ ഡൈ ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് എന്നോടിത് ഷെയർ ചെയ്തത്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ, നല്ല റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ നിങ്ങളിത് കുളിക്കുന്നതിന് മുന്നേ മുടി നന്നായിട്ട് ഷാമ്പു വാഷ് ചെയ്തിരിക്കണം. അതിനുശേഷം ഒരു 2 മണിക്കൂർ നേരമെങ്കിലും നിങ്ങളിത് തലയിൽ അപ്ലൈ ചെയ്ത് വെച്ചേക്കണം കേട്ടോ. അതായത് നമ്മൾ ഈ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഈ ഒരു ഹെയർ ഡൈ നല്ലപോലെ ഡ്രൈ ആകും. ആ ഡ്രൈ ആയതിനു ശേഷം മാത്രം നിങ്ങളിത് വാഷ് ചെയ്ത് കളയുക. വാഷ് ചെയ്യുമ്പോൾ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. ഷാമ്പുവോ തളിയോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ കൂടുതൽ എണ്ണ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കളറ് കൂടുതൽ നാൾ നിൽക്കില്ല കേട്ടോ. ഒരുപാട് എണ്ണയൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടാകും ചിലപ്പോൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് കളർ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും ഡേയ്സ് ആ ഒരു കളർ നിൽക്കില്ല. നമ്മൾ ആഴ്ചയിൽ ഒരു 2 ദിവസം 3 ദിവസമൊക്കെയാണ് എണ്ണ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത്ര വലിയ പ്രോബ്ലം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്